കേരളത്തിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ പല ആൾക്കാരുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ പുലിനഖത്തിന്റെ രൂപമുള്ള സാധനം കാണാൻ പറ്റും. കേരളത്തിലെ ഒരു MP കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അത് ധരിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്നത്. പോലീസ് നോട്ടീസ് അയക്കുമോ? പോയി ചോദിക്കോ ഇത് എവിടുന്ന ഈ കഴുത്തൊക്കെ സാധനം ഏതെന്ന്? വേറെ പല സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ, ബിഗ് ബോസ് താരങ്ങൾ, ഇവരുടെയൊക്കെ കഴുത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോയി ചോദിക്കോ? അപ്പൊ ഇത് ഒരുത്തനെ പിടിച്ചു, കറുത്തവനെ പിടിച്ചു, അവനെ തീർക്കാനുള്ള അമിതമായ വ്യഗ്രത കാണിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, എല്ലാവരും കൂടി എന്താ ഈ പറയുന്നുണ്ടല്ലോ, അതായത് മൊത്തം ഇവനെ പിടിച്ചതുകൊണ്ട് ജനങ്ങൾ മൊത്തം എതിരായിരിക്കുന്നു, കഞ്ചാവിനെതിരായിരിക്കുന്നു. അങ്ങനെയാണോ? ആളുകൾ മുഴുവൻ കാണുന്നുണ്ട് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ മനുഷ്യർക്ക് രാഷ്ട്രീയം മനസ്സിലാവുന്നുണ്ട്, ഈ ചെയ്യുന്നത് അന്യായമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ എന്താ പറയുന്നത്, സർക്കാരിനെതിരായിട്ടുള്ള കമ്മിറ്റികൾ രംഗത്ത് വരുന്നു. ഇങ്ങനല്ല ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മാധ്യമങ്ങളുടെ കാര്യത്തിലും മാധ്യമങ്ങളും ഭയങ്കരമായ ഉത്തരവാദിത്വ സ്വഭാവത്തോടെ ലഹരിയെ അങ്ങോട്ട് തീർത്ത് കളയാം എന്ന മട്ടിൽ ഭയങ്കര ആത്മാർത്ഥയോടെ ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാണുന്ന കാര്യത്തിലൊക്കെ. ഇപ്പം അയാൾക്കെതിരെ മീറ്റു ആരോപണമുണ്ട്. മീറ്റു ആരോപണത്തിൽ അയാൾ മാപ്പ് പറഞ്ഞു. ആ മീറ്റു ആരോപണത്തിൽ വേറെ ലീഗൽ കേസൊന്നുമില്ല ദിവ്യ. ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റൂ. ആരും ഒരു കേസും കൊടുത്തിട്ടില്ല. മറ്റേയാൾക്ക് മാപ്പ് പറയാനേ പറ്റൂ. എന്ത് ചെയ്യണം? ഇനി എന്താ ഈ മീറ്റു കേസുകൊണ്ട് അയാളുടെ കരിയർ മുഴുവനായും റദ്ദ് ചെയ്ത് ജീവിതകാലം മുഴുവൻ പെരക്കകത്തിരിക്കണം, ഇനി ഒരു പാട്ടും പാടരുത് എന്നാണോ? അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ? ഇല്ല. എല്ലാവർക്കും തിരുത്താനുള്ള സ്പേസ് വേണ്ടേ? അപ്പൊ ഇതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേട്ട എന്ന് പറയുന്ന സംഗതി വേടനായതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒന്നാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതിനപ്പുറം അല്ലെങ്കിൽ അതൊരു വാർത്തയിൽ 1-2 വാർത്തയിൽ അവസാനിക്കേണ്ട വെറും 5 ഗ്രാം കഞ്ചാവിന്റെ കേസിനെ നമ്മൾ വലുതാക്കി കൊണ്ടുവരികയാണ്. അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന അടിസ്ഥാന മാനവിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ടുകിടക്കുന്ന മനുഷ്യർ അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നു. അവർക്ക് തിരുത്താൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറയും. അവസാനം ഫൈനലി കഞ്ചാവൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ആരുപയോഗിച്ചാലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.